ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF സീറ്റ് വിഭജനം പൂർത്തിയായി. 15 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല. RJD-യും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി തുടരണമെന്ന നിലപാടാണ് സീറ്റ് വിഭജനത്തിൽ CPI-എം സ്വീകരിച്ചത്. 2019-ൽ 16 സീറ്റിൽ CPI-യും സീറ്റിൽ CPI-യുമാണ് മത്സരിച്ചു വന്നിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് എം മുന്നണിയുടെ ഭാഗമായതോടെയാണ് അവർ മത്സരിച്ചു വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ 3 പാർട്ടികളാണ് മത്സരിക്കുന്നത്. 15 സീറ്റിൽ CPI-എമ്മും 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ CPI-എം 15 സീറ്റിൽ മത്സരിക്കാൻ, 4 സീറ്റിൽ CPI മത്സരിക്കാൻ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റ് കൂടി ചോദിച്ചെങ്കിലും നൽകാൻ കഴിയില്ലെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. RJD-യും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി RJD അറിയിച്ചു. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 14-ന് എല്ലാ ജില്ലകളിലും ജില്ലാ LDF യോഗങ്ങൾ ചേരുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.